ഹലോ ഗേൾസ് ആൻഡ് ബോയ്സ്, ഇവിടെ കമോൺ. അപ്പോൾ നമുക്ക് നല്ലൊരു ഈന്തപ്പഴം ചെറുനാരങ്ങ അച്ചാറുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞ ഈന്തപ്പഴം കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് വെക്കണം കേട്ടോ, അത് സോക്കാവാൻ വേണ്ടി. പിന്നെ വെളുത്തുള്ളി, പിന്നെ വാട്ടിയ ചെറുനാരങ്ങ, ഒരു ചെറുനാരങ്ങ 8 കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, കുറച്ച് പച്ചമുളക്, ഇവയെല്ലാം വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ എള്ളെണ്ണയിലോ ഓരോന്നായിട്ടിട്ട് ശരിക്കും മൂപ്പിച്ചെടുക്കുക. കറിവേപ്പിലയും കൂടി വേണേ. ഇതെല്ലാം മൂപ്പിച്ചെടുത്തിട്ട് ആ വെളിച്ചെണ്ണയിലോട്ട് തന്നെ കുറച്ച് കടുകും കുറച്ച് ഉലുവയിട്ട് പൊട്ടിക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ അകത്തേക്ക് നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ടിട്ട് ശരിക്കും മിക്സ് ചെയ്യുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികൾ, കായം ഇടാം, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ അച്ചാർ പൊടി, ഇവയെല്ലാം ഇട്ടും ശരിക്കും ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ നമ്മൾ വറുത്ത് വെച്ചില്ലേ, അതെല്ലാം ഇതിൻ്റെ മുകളിലോട്ടിട്ട് ശരിക്കും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ വിനാഗിരി ഒഴിച്ച് സോക്ക് ചെയ്യാൻ വെച്ച ഈന്തപ്പഴം കൂടെ മുകളിലോട്ട് ഇടുക. മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അത് ശരിക്കും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട്, ഈന്തപ്പഴമൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നമ്മൾ അതൊന്ന് മൂടി വെക്കണം. ഒരു 3 മിനിറ്റ് മൂടി വയ്ക്കുമ്പോഴത്തേക്ക് ഈന്തപ്പഴം കുറച്ചും കൂടി ഭയങ്കര സോഫ്റ്റ് ആകും. ഇനി നമുക്കൊന്ന് ശരിക്കും ഒന്ന് ഇളക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ചും കൂടി മധുരത്തിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ഷുഗർ വേണ്ടവർക്ക് ഇടാം. അത് ഓപ്ഷണലാണ്, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ ഈന്തപ്പഴമൊക്കെ ശരിക്കും അലുത്ത് അതിൻ്റെ ഫ്ലേവർ ഈ നാരങ്ങയിലോട്ട് പിടിക്കും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ. ചെറുനാരങ്ങ വാട്ടിയപ്പോൾ ഉപ്പിട്ടത് കൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമാണ് കേട്ടോ ഉപ്പിട്ടത്. അപ്പോൾ ഉപ്പ് എല്ലാവരും ഒന്ന് ആവശ്യത്തിന് നോക്കിയിട്ട് മാത്രം ഇട്ടാൽ മതി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്